ഹലോ, എല്ലാവർക്കും നമസ്കാരം. കൊല്ലം ജില്ലയുടെ ഭാഗമായ നെടുമൺകാവിനടുത്ത് കുടവട്ടൂർ എന്ന സ്ഥലത്തെ UP സ്കൂളിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തിനാണ് കുടവട്ടൂർ UP സ്കൂളിൻ്റെ മുന്നിൽ ഞാനിങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കാരണം പറയാം. ഈ സ്കൂള് മലയാള സിനിമയിലെ പ്രഗത്ഭനും പ്രശസ്തനുമായ ഒരു വ്യക്തി പഠിച്ച സ്കൂളാണ്. മലയാള സിനിമയിൽ ഒട്ടേറെ അനശ്വര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നമ്മുടെ ഏവരുടെയും മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ശ്രീ ഭരത് മുരളിയേട്ടൻ പഠിച്ച സ്കൂളാണ് ഈ കാണുന്ന കുടവട്ടൂർ UP സ്കൂള്. എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, 2009 ഓഗസ്റ്റ് 6 മുരളിയേട്ടൻ നമ്മയൊക്കെ വിട്ടു പിരിഞ്ഞു പോയത്. ഇന്നിപ്പോൾ 17 വർഷം തികയുകയാണ്. ഏതാനും ദിവസം കഴിഞ്ഞാൽ മുരളിയേട്ടൻ്റെ ചരമദിനമാണ്. അപ്പോൾ മുരളിയേട്ടനെക്കുറിച്ച് ഞാനൊന്ന് ആലോചിച്ചു. അപ്പോൾ ചരമദിനം ഈ ഓഗസ്റ്റ് 6 എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എന്തായാലും അതിനടുത്ത ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങോട്ടേക്കൊന്ന് വരാം, അതായത് കുടവട്ടൂർ എന്ന ദേശത്തേക്ക് വരാം. ഇതൊരു കൊച്ചു ഗ്രാമമാണ്. ഈ കുടവട്ടൂരാണ് മുരളിയേട്ടൻ ജനിച്ചതും വളർന്നതും പഠിച്ചതുമൊക്കെ ഈ സ്കൂളിലാണ്. എന്നാലും ഇവിടെ വന്ന് മുരളിയേട്ടൻ്റെ ചില പഴയകാല ഓർമ്മകൾ ഇവിടെ ഉള്ളവരോട്, മുരളിയേട്ടൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടെയുണ്ട്, അവരോടൊക്കെ ഒന്ന് ചോദിക്കാം, കുറച്ച് വിശേഷങ്ങൾ അങ്ങനെ നിങ്ങൾക്കായി പങ്കുവയ്ക്കാം എന്നൊരാഗ്രഹം എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മുരളിയേട്ടൻ്റെ വീട് ഈ സ്കൂളിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ്. എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം മുരളിയേട്ടൻ പഠിച്ച സ്കൂള് നിങ്ങളെ ഒന്ന് കാണിക്കാം, ഇവിടുത്തെ വിശേഷങ്ങളും ചുറ്റുപാടും ഒക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം സ്കൂളിൻ്റെ മുന്നിലേക്ക് എത്തിയത്. എന്നാലും സ്കൂൾ ഞാൻ വിശദമായിട്ട് നിങ്ങളെ കാണിക്കാം. അതിനുശേഷം മുരളിയേട്ടൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകും. അവിടെ ആരാണിപ്പോൾ ഉള്ളതെന്നൊക്കെ അവിടെ ചെന്നതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ. നല്ല തണല്. കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറുന്നില്ല. നല്ല മനോഹരമായ ഒരു കുഞ്ഞൊരു സ്കൂള്. ഈ സ്കൂളിൻ്റെ മുറ്റത്തൊക്കെയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുരളിയേട്ടൻ ഓടി നടന്നത്. ഒരു ദേശീയ അവാർഡും 4 സംസ്ഥാന അവാർഡുകളും ഉൾപ്പെടെ അനവധി ബഹുമതികൾ നേടിയെടുത്ത ഒരു അഭിനേതാവിൻ്റെ തുടക്കം ഈ സ്കൂളിൽ നിന്നായിരുന്നു. അധ്യാപകർ അവതരിപ്പിച്ച നാടകത്തിൽ ബാലതാരമായി മുരളിയേട്ടൻ അഭിനയിച്ചു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു മികച്ച നടനായി മാറുവാനുള്ള മുരളീധരൻ പിള്ള എന്ന മുരളിയുടെ അഭിനയ താല്പര്യങ്ങളുടെ തുടക്കം കൂടിയായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്നും ഇനി ഞാൻ മുരളിയേട്ടൻ്റെ ജന്മ വീട്ടിലേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ നിന്നാക്കാം. അപ്പോൾ മുരളിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഈ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ വലത്തേക്കൊന്ന് തിരിയണം. തിരിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വീട് കാണാൻ സാധിക്കുന്നില്ലേ? ആ വീടാണ് മുരളിച്ചേട്ടൻ്റെ വീട്, കുടുംബ വീട്. മുൻപിൽ ഒരു മൈക്കും മൈതാനവും പുരുഷാരവും കൂടി വേണ്ടിയിരുന്നു ജോസഫ്. അവന്റെ മകളെ നോക്കി വളർത്തിയത് ചന്ദ്രിയാണല്ല, രാധയ്ക്കാണെ അവളെ ജീവനുമാണ്. പിന്നെ പുള്ളാച്ചനോട് നേര് പറയാമല്ല, അവക്കിങ്ങനെ ഒരു ആശയുണ്ടെന്ന് ഉമ്മക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെ വന്നിരുന്നു. വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇതെവിടെയായിട്ടാണ് വീട്, അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ സ്ഥിതി, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരെത്തും പിടിയും ഇല്ലാതെ ഒരു ഏകദേശ രൂപം വെച്ചിട്ടാണ് ഇന്നലെ ഞാനിവിടെ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇതാണ് വീട് എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ ആ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരാളെ ഇന്നിപ്പോൾ കാണും. അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ വീട് പൂട്ടിയിട്ടേക്കുമായിരുന്നു. ഇവിടെ ആരുമില്ല, ഇവിടെ എങ്ങും ആരുമില്ല. അപ്പോൾ തൊട്ടടുത്തൊരു വീടുണ്ട്, ആ വീട്ടിലും ആരുമില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതിനും അപ്പുറത്തൊരു വീടുണ്ട്, ആ വീട്ടിലേക്ക് പോയി.
അപ്പോൾ അവിടെ ചെന്നപ്പോൾ പ്രായമായ ഒരു അമ്മയും ഒരച്ഛനും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ആ ഒരു പെരുമാറ്റം. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, മുരളി ചേട്ടൻ്റെ വീട് ഏതാ, അവിടെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടുന്ന് ഒരു അച്ഛൻ ഇറങ്ങി വന്നു, പ്രായമായ ഒരു അച്ഛൻ. ബാക്കി കാര്യം ഞാൻ പറയാം. എന്തായാലും ഇത്രയും വരെ ഒന്ന് കണ്ടു വെച്ചേക്കൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാലെ പറയാം. നമുക്ക് ആദ്യം ഈ വീടും കാര്യങ്ങളും എനിക്ക് കാണിച്ചു തന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊന്ന് ഞാൻ പോവുകയാണേ. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു ഉച്ചയ്ക്കെങ്ങാനും ഉറങ്ങുന്ന പതിവുണ്ടെങ്കിൽ ശല്യം ചെയ്യരുതല്ലോ. അപ്പം ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് ആദ്യം ഒന്ന് ബുദ്ധിമുട്ടി, കാരണം ആരെയും ഇത് പറഞ്ഞ പോലെ കാണാനില്ല. ഈ വീടല്ല, ഇതാ ഈ കാണുന്ന വീടില്ലേ, ആ വീട്ടിൽ ഇതിൻ്റെ പടിയിൽ ഒരമ്മ ഇരിപ്പുണ്ടായിരുന്നു. ഓ, പാട്ട് കേൾക്കുന്നു. നമസ്കാരം. ദേ ഇരിക്കുന്നു. ഞാൻ ഉണ്ട്. ഇങ്ങോട്ടൊന്ന് പുറത്തേക്ക് വാ, ഞാനിതൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ, ആളിനെ ഒന്ന് കാണട്ടെ. ഇന്നലെ ഞാൻ വന്നപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും വിശദമാക്കി തന്ന, എൻ്റെ കൂടെ വന്ന് ആ വീട് കാണിച്ചു തരികയും അതിനകത്തേക്ക് വരികയൊക്കെ ചെയ്ത അച്ഛനാണ്. പേരെന്താ വെച്ചാ? മാധവൻ പിള്ള. ഓക്കെ, ഇവിടെ ഇപ്പം ഇതല്ലേ വീട്? സ്വന്തം വീട്? രണ്ട് വീടാ. നമ്മുടെ വീടാ. ആണോ? അപ്പുറത്ത് കാണുന്നത് മൂത്ത മോൻ. എത്ര മക്കളാ? രണ്ടുപേര്. രണ്ടും ആൺകുട്ടികളാണോ? എന്ത് ചെയ്യുന്നു അവര്? ഒരാള് ഗൾഫിലായിരുന്നു, അയാള് അവിടെ നിന്ന് ഇപ്പൊ വന്നു, അതിപ്പോ ഒരു ഓട്ടോ എടുത്ത് ഓടുന്നു. ഇവിടെ ഇപ്പം അച്ഛനും ഇളയമോനും. അയാള് പെയിന്റിങ്, റബ്ബർ വെട്ട്, കർട്ടന്റെ പണി. ഓ അത് ശരി. മഴ പെയ്തു തുടങ്ങി. മുരളിച്ചേട്ടനുമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങള് അടുത്ത ബന്ധുക്കളാണ്. ആഹാ, ഓക്കെ. അപ്പൊ വളരെ ചെറുപ്പം മുതലേ അറിയാം. ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ കാലത്തെ പഴയ കുടുംബം ഇവരെല്ലാം. അവന്റെ അച്ഛനും അമ്മയും അവന്റെ അച്ഛനും അച്ഛന്മാര് പള്ളിക്കല കൊട്ടാരക്കര പള്ളിക്കൽ തള്ള ഇവിടുത്തുകാരിയ. അങ്ങനെ കഴിഞ്ഞ അവരെ അങ്ങ് പോയി, അവിടുന്ന് താമസമായി ഇവിടെ വന്ന് നമ്മളെ പോലെ കഴിഞ്ഞവരാ. പിന്നെ സിനിമ കയറിയതിനു ശേഷമാണ് രക്ഷപ്പെട്ടത്. അപ്പൊ ഇപ്പൊ കാണുന്ന കണക്കുള്ള വീടായിരുന്നില്ല നേരത്തെ അല്ലേ? അല്ല, ഓലപ്പുരയായിരുന്നു. ഓലപ്പുരയും പണ്ടത്തെ കട്ടയുണ്ടല്ലോ, മൺകട്ട, അതായിരുന്നു. അവരെത്ര മക്കളാ? അവർ 5 പേര്. 5 പേര്, 3 ആണും 2 പെണ്ണും. അതിൽ ആണുങ്ങൾ 3 പേരും മരണപ്പെട്ടു. ഓ ഓക്കെ. ഇളയ പെണ്ണ് അധ്യാപിക. അത് ശരി. മൂത്തതിന് ജോലിയൊന്നുമില്ല, അയാൾ കൊണ്ടുപോയ പട്ടാളക്കാരൻ. എങ്ങനെയായിരുന്നു പുള്ളി നിങ്ങളോടൊക്കെ? ഞങ്ങളോടൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ല, എന്നാലും ഇങ്ങനെ സിനിമയിൽ വരികയും അല്ലെങ്കിൽ ഇങ്ങനെ വലിയ ഒരാളായി മാറുമെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നോ ചെറുപ്പത്തിലെ? അയാൾ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അത് കഴിഞ്ഞ് നാടകത്തിൽ വന്ന് ഈ കടമ്പിലിട്ട എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അങ്ങേരാണ് രക്ഷപ്പെടുത്തിയത്. ഇവിടെ വരുമായിരുന്നു. ഇനിയിപ്പോ എവിടെ? അമ്മ ഇവിടെ ഉണ്ട്. അങ്ങ് അകത്തിരിക്കുക, നമുക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല. അതേ ഇരിക്കുന്നു. അമ്മയുടെ പേര് സരസമ്മ. അപ്പൊ ശരി, എന്നാ ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ കേട്ടോ. ഉണ്ട്. ശരി, ഞാൻ പറയാം. ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഇനി മുരളിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. മഴയുണ്ട് കേട്ടോ, ചാറ്റൽ മഴയുണ്ട്. എന്താണെന്നറിയില്ല, ചെല്ലുന്നിടത്ത് പലയിടത്തും ഇപ്പോൾ ചാറ്റൽ മഴയുണ്ട്. ഞാനന്ന് കണ്ണൂർ പോയപ്പം അവിടെ ഉണ്ടായിരുന്നു. ഇത് കാണുന്ന ചിലരെങ്കിലും മനസ്സിൽ പറയുന്നുണ്ടാകും, നീ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും അല്ലേ? അങ്ങനൊന്നും ചിന്തിക്കണ്ട. എപ്പോഴും മഴയൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. ഓക്കെ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ശാന്തത നിറഞ്ഞ ഒരു സ്ഥലം. ഇപ്പം ഇവിടെ ഈ നമ്മളിപ്പോൾ കണ്ട അച്ഛൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ മുരളിച്ചേട്ടൻ്റെ ഒരനിയൻ, എത്രാമത്തെ അനിയനാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇവിടെ ഉള്ളത്. മക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഉണ്ടോന്നേ. ഹരിസദനം, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. കണ്ടോ? ഇനി ഇപ്പുറത്തും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് ഹരികുമാർ KG. അത് മുരളിച്ചേട്ടൻ്റെ അനിയൻ്റെ പേരാണ്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കയറാം. ഓക്കെ.
അപ്പോൾ ഇതാണ് മലയാള ചലച്ചിത്ര ലോകത്തെ പ്രതിപാദനനായ മുരളിച്ചേട്ടൻ്റെ കുടുംബ വീട്. ഇവിടെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വേറൊരു വീടായിരുന്നു. ആ വീട് പിന്നെ പുതുക്കി പണിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിലാക്കിയത്. കണ്ടല്ലോ. അപ്പോൾ ഇനി അകത്തേക്ക് ചെന്ന് നോക്കാം. ഇവിടെ ഒരാൾ സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ട്. ലാലു ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. ഓക്കെ. ഊണൊക്കെ കഴിഞ്ഞോ? ഊണ് കഴിഞ്ഞു. വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതെയോ? ഓ അത് ശരി. ഞാൻ വരാൻ കുറച്ച് ട്രാഫിക്കിൽ പെട്ടുപോയി, അതായിരുന്നു കാര്യം. ഓക്കെ. ഇന്നലെ സംസാരിച്ചതനുസരിച്ച് ഒരു 11 മണിയോടെ എത്തുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ എത്താൻ പറ്റില്ല. കാരണം നമുക്കിപ്പം വികസനം എല്ലായിടത്തും ഉണ്ടെങ്കിൽ റോഡിന്റെ വികസനം അത്ര അങ്ങോട്ട് ആയിട്ടില്ല. വാഹനങ്ങൾ കൂടി ഒരുപാട്. കറക്റ്റ്. അപ്പോൾ ഞാൻ ഈ വീടൊന്ന് കാണാനും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ അറിയാനും വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ ക്യാമറയുമായിട്ട് എത്തിയിരിക്കുന്നത്. പറഞ്ഞോട്ടെ, എന്താണ് വിശേഷം അറിയുന്നത്? ഇത് മുരളിച്ചേട്ടൻ്റെ കുടുംബ വീടാണെന്ന് ഞാൻ. ഇത് മുരളിയണ്ണൻ്റെ കുടുംബ വീടാണ്. നമ്മൾ ഈ കാണുന്ന വ്യക്തിയാണ് മുരളിച്ചേട്ടൻ്റെ അളിയൻ, അതായത് ബ്രദറില്ല. അദ്ദേഹത്തിൻ്റെ വീടും ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. ആ വീടൊക്കെ ഞാൻ കാണിക്കാം. ഇപ്പം ഇവിടെ ആരാ ഉള്ളത്? ഇതിപ്പം മുരളിയൻ്റെ സഹോദരന്റെ ഭാര്യയും മക്കളുമാണ്, മോളുമാണ്. അളിയനെ അണ്ണാന്നാണോ വിളിക്കുന്നത്? അണ്ണാ. ഞങ്ങളുടെ ഏറ്റവും മൂത്ത, കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളായിരുന്നല്ലോ പുള്ളി. എൻ്റെ അപ്പച്ചിയുടെ മോനാണ്. നിങ്ങൾ ബന്ധുക്കളാണെന്ന് ഞാൻ അറിയാം. ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് മുരളിയൻ്റെ അമ്മ. ശരി. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആള് മുരളിയണ്ണായിരുന്നു. അപ്പം ഞങ്ങളെ കോളേജിൽ കൊണ്ടാക്കുകയും സ്കൂളിൽ ചേർക്കുകയും എല്ലാ കാര്യങ്ങളും പുള്ളി നേരത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞു. മുരളിയണ്ണനായിരുന്നു? എല്ലാം എന്നെ കോളേജിൽ ചേർത്ത് ഇല്ല, ഞങ്ങളെല്ലാം. ശരി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ വിദ്യാഭ്യാസം പുള്ളി യൂണിവേഴ്സിറ്റിയിലും ആയിരുന്നല്ലോ. യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അതെ. ഞങ്ങളൊക്കെ പഠിക്കുന്ന പഠിക്കുന്ന സമയത്ത് പുള്ളി യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പം പരീക്ഷയുടെ കാര്യങ്ങളും മറ്റെന്തെങ്കിലും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് അതിനുശേഷമാണല്ലോ സിനിമ. നിങ്ങളോടൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ചേട്ടൻ എന്നുള്ള ഗൗരവത്തിലായിരുന്നോ അതോ ഫ്രണ്ട്ലി ആയിരുന്നോ? ഫ്രണ്ട്ലി ഒന്നുമല്ല, ചൂടനായിരുന്നു. അത്യാവശ്യത്തിന് ചൂടൻ തന്നെ ആയിരുന്നു. പിന്നെ അവരുടെ പുള്ളിയുടെ പുറകിൽ നിൽക്കേണ്ട ആൾക്കാരാണല്ലോ. ഞങ്ങൾ പഠിക്കുക, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, ഞങ്ങളുടെ പിന്നെ തീരുമാനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വിലയിരുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നെടുന്തൂണായിരുന്നു അദ്ദേഹം. അപ്പോൾ അവരാണുങ്ങൾ 3 പേരും മരണപ്പെട്ടു. ഇദ്ദേഹം പോലീസിലായിരുന്നു. ആര്? ഹരി. ഏറ്റവും ഇളയത് ഹരി. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹം ഏറ്റവും ഇളയതായിരുന്നു അല്ലേ? എന്നെക്കാളും 6 മാസം മൂത്തതായിരുന്നു. അവൻ ഞങ്ങൾ അമ്മ ഓരോ ക്ലാസ് വ്യത്യാസത്തിലാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ? അദ്ദേഹത്തിന് ഒരു മോളേ ഉള്ളൂ. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പഠിച്ചു കഴിഞ്ഞു. അവളൊരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ പേരാണ് ഗാർഗി. ശരി. പിന്നെ ഗാർഗിയും പിന്നെ ഹരിയുടെ ഹരിയുടെ ഭാര്യ അമ്മി. അവരാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഓക്കെ. പിന്നെ മുരളിച്ചേട്ടൻ്റെ വൈഫും മോളും ഒക്കെ തിരുവനന്തപുരത്താണ്. അപ്പോൾ അവരെ ഒന്ന് കാണണമെന്നുണ്ട്. എന്തായാലും നോക്കട്ടെ. തിരുവനന്തപുരത്ത് ചെന്നാൽ മതി. അദ്ദേഹത്തിന് എങ്ങനെയായിരുന്നു ഇവിടെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം? കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സുഹൃത്തുക്കളായിരുന്നു. ഇഷ്ടം പോലെ ഏത് വീട്ടിൽ ചെന്നാൽ മുരളിയണ്ണനെ അറിയാത്തവരും അല്ല മുരളിയണ്ണൻ LPS UPS എല്ലാം ഇവിടെ പഠിച്ച. പിന്നെ സിനിമയിലൊക്കെ തിരക്കായി കഴിഞ്ഞിട്ട് ഇവിടെ വരുമായിരുന്നോ? കൊള്ളാം. എല്ലാ ഏത് സെറ്റ് കഴിഞ്ഞാലും ഉടൻ തന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തെത്തും. അമ്മാവൻ. അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ടിട്ട് ഒരുപാട് വർഷമായോ? ഇല്ല, കുറച്ചു കാലം അതേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. തീർച്ചയായിട്ടും ഫുൾ ടൈം എല്ലാ കാര്യങ്ങളും. പിന്നെ അയാൾക്കുള്ള നേതൃത്വത്തിലേ നടക്കും. അങ്ങനെ ഏതെങ്കിലും സമയത്ത് അയാൾ ബിസി ആണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി കാണും. എല്ലാവർക്കും അയാൾ കണ്ണിലുണ്ണിയായിരുന്നു. ജീനിയസ് ആയിരുന്നു. ഞാൻ പറയുന്നത് ജീനിയസ് ആയിരുന്നു. സിനിമ കാണുന്ന പോലെ ഒത്തിരി പരുക്കനായിരുന്നു ആള്. എല്ലാ സിനിമയിലും അല്ല, എന്നാലും ആള് വളരെ സോഫ്റ്റ് ആയിരുന്നു. വളരെ സോഫ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഞങ്ങളുടെ സൂപ്പർ സീനിയർ ആണല്ലോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാവത്തില്ലെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി പരുക്കൻ സ്വഭാവമൊക്കെ ഉണ്ട്. ഓക്കെ. തല്ലുവല്ലം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അടിച്ചിട്ടുണ്ട്. നന്നാവാൻ വേണ്ടി ഒരു ശിക്ഷണത്തിന്റെ ഭാഗമായിട്ട് നല്ല വഴക്ക് പറയും. അത്രേ ഉള്ളൂ. പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ഞങ്ങൾ വായനശാലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ദേശസേവിനി വായനശാല കുടവട്ടു. അപ്പോൾ ഞാൻ ഈ വീടും കൂടെ ഒന്ന് ചുറ്റി കണ്ടോട്ടെ. എന്താ, കാരണം ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മൊത്തം ആവില്ലല്ലോ. ഓക്കെ. ഇതൊരു സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു വീട് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ചുറ്റും റബ്ബറാണ്. കണ്ടില്ലേ, റബ്ബർ ഷീറ്റൊക്കെ ഇവിടെ ഇങ്ങനെ
നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഹരിചേട്ടൻ്റെ വീട്ടിലേക്കൊരു പ്രവേശനം കിട്ടിയിരിക്കുകയാണ്. ഹരിചേട്ടൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, മുരളിച്ചേട്ടൻ്റെ ഏറ്റവും ഇളയ അനിയൻ. ദേ ഇവിടെ കുറേ ഫോട്ടോസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ വന്നിരിക്കുന്ന വീട്ടിലെ ഗൃഹനാഥനെ ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. ദേ ഇതാണ് ഹരികുമാർ എന്ന ഹരിച്ചേട്ടൻ. ആ ചേട്ടൻ പോലീസിലായിരുന്നു അല്ലേ? അതെ. ഓക്കെ. ദേ ഇവിടെ ഒരു സ്നേഹാദരവിൻ്റെ ഒരു ഫലകമൊക്കെ ഇരിപ്പുണ്ട്. ഇനി താഴേക്ക് വന്നാൽ ദേ ഇരിക്കുന്നു നമ്മുടെ ആള് മുരളിച്ചേട്ടൻ. കണ്ടോ, പഴയ കാലത്തെ ഒരു ഫോട്ടോയാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അവരുടെ എല്ലാവരുടെയും ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ദേ ഇതാണ് അവർ 3 സഹോദരങ്ങൾ, മുരളിച്ചേട്ടൻ, പിന്നെ ഹരിച്ചേട്ടൻ, മറ്റേ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? തുളസി. മുരളി, ഹരി, തുളസി. ഇവരാണ് 3 ആണുങ്ങൾ സഹോദരങ്ങൾ. ഇനി 2 പെങ്ങന്മാരുകൂടിയുണ്ട്. അവരുടെ ഫോട്ടോ ഒന്നും ഇവിടെ ഞാൻ കണ്ടില്ല. ഇതിൻ്റെ പുറകിൽ ഇരിപ്പുണ്ട്. അതാണോ? അത് അമ്മയായിരിക്കും, അമ്മയും അച്ഛനും അല്ലേ? ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എല്ലാം ഒന്നും എടുക്കുന്നില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേയേറെ ഫോട്ടോസ് ഉണ്ട്. കണ്ടില്ലേ? അതെനിക്ക് തോന്നുന്നു ഹരിച്ചേട്ടൻ്റെ കുട്ടികളുടെ ഫോട്ടോയൊക്കെ ആണെന്ന് തോന്നുന്നു. ഹരിച്ചേട്ടൻ ഒരു കുട്ടിയേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. ആ, ഇത് ഞങ്ങളുടെ ഫാമിലിയാണ്. ആ അത് ശരി. ഇത് ന്യൂ ജനറേഷനാണ്, പുതിയ കുട്ടികളാണ് അവര്. ഓ അത് ശരി. ദേ ആയിരിക്കുന്നത് അല്ലേ? പുതിയ തലമുറയിൽ എല്ലാവരും ഉണ്ട്. ആ അങ്ങനെ ഹരിച്ചേട്ടൻ്റെ വൈഫ് അമ്പിളി ചേച്ചിയോട് യാത്ര പറഞ്ഞ് ഞാനും ലാലിച്ചേട്ടനും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. ചേട്ടാ പൊക്കോ, മുമ്പേ പൊക്കോ. പിന്നെ ഇങ്ങനെ നടന്ന് മുകളിലേക്ക് പോകണം. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് ലാലിച്ചേട്ടൻ്റെ വീട് കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു 2 കയറ്റവും ഇറക്കവും നടത്തിയാൽ മതി അല്ലേ? അതെ. ഈ കാണുന്നതാണ് ലാലിച്ചേട്ടൻ്റെ വീട്, അതായത് മുരളിച്ചേട്ടൻ്റെ അളിയൻ്റെ ബ്രദറിൻ്റെ വീടാണ്. ഇതാണ് ലാലിച്ചേട്ടൻ്റെ വീട്. അപ്പോൾ ചേട്ടാ താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. അങ്ങനെ കുടവട്ടൂരിൽ നിന്ന് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? തിരുവനന്തപുരത്ത് കവടിയാറിലുള്ള മുരളിച്ചേട്ടൻ്റെ സ്വന്തം വീട്ടിലാണ്. ഈ കുടവട്ടൂരുള്ളത് കുടുംബ വീടാണ്. ഇത് മുരളിച്ചേട്ടൻ്റെ സ്വന്തം വീട്, മുരളിച്ചേട്ടൻ പണി കഴിപ്പിച്ച വീടാണ്. ഈ വീട് നിങ്ങൾ മറ്റ് പല ഓൺലൈൻ ചാനലിലൂടെയും അല്ലാതുള്ള ചാനലിലൂടെയും ഒക്കെ കണ്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ഞാനൊരു പുതുമ അവകാശപ്പെടുന്നില്ല. എന്തായാലും മുരളിച്ചേട്ടൻ്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ഞാനിങ്ങനെ ഒരു സന്ദർശനം നടത്തുന്നത് എന്ന് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട്ടിലേക്ക് ഞാൻ വരുന്നത്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് മുരളിച്ചേട്ടനെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. അതിനോ സാധിച്ചില്ല. അപ്പോൾ വീട്ടിലെങ്കിലും വരാം. വീട്ടിൽ വന്നിട്ട് മുരളിച്ചേട്ടൻ്റെ വൈഫ്, മോള്, പിന്നെ മോളുടെ ഹസ്ബൻഡും കൊച്ചുമോളുമാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത്. ആ മോളുടെ ബഹളമാണ് നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് നേരിട്ട് കാണാം. ഒരിത്തിരി ഭയങ്കര ബഹളം. ഒരിത്തിരി നേരം അവരോടൊപ്പം ഇരുന്ന് മുരളിച്ചേട്ടൻ്റെ പഴയകാല ഓർമ്മകളും ഒക്കെ ഒന്ന് സംസാരിക്കാം. പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിത്ത് യുവർ പെർമിഷൻ ഞാനൊന്ന് അകത്തേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ അവിടുന്ന് ആകാം. ഓക്കെ. അപ്പോൾ ഞാൻ വരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നാണ്. എന്തായാലും അകത്ത് കയറി നോക്കാം. ഓക്കെ, ബെല്ലടിക്കാം. നമസ്കാരം. ശ്രീകുമാർ മീഡിയ റോഡ് വരുമെന്ന് അറിഞ്ഞു. ഓക്കെ, മാളു അല്ലേ? അകത്തേക്ക് വരാമല്ലോ. ഓക്കെ, താങ്ക് യു. മോളെവിടെ? ശരി.
കാർത്തിക നമസ്കാരം. നമസ്കാരം. മോളെ മോക്കും നമസ്കാരം. രണ്ടുപേരെയും പരിഗണിക്കണമല്ലോ അല്ലേ? കാർത്തിക എന്നുള്ളത് ഒരു ഒഫീഷ്യൽ നെയിമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ മറ്റൊരു പേരും കൂടി അറിഞ്ഞു, മാളു അല്ലേ? ആരിട്ടത് ആ പേര്? അത് ശരിക്കും അമ്മയാണ് ഇട്ടത്. അത് അച്ഛന്റെ ആദ്യ സിനിമ പഞ്ചാഗ്നി, ആദ്യ സിനിമയല്ല റിലീസായത്. ആദ്യത്തെ സിനിമ നാറ്റടിയായിരുന്നു. അതെ, ഗോപിയേട്ടൻ സംവിധാനം ചെയ്തത്. അപ്പം പഞ്ചാഗ്നി സിനിമയിലെ ഒരു കഥാപാത്രത്തിന്റെ പേരാ മാളു. അപ്പൊ ആ സിനിമയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് അമ്മ വീട്ടില് മാളു എന്നാ വിളിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് മാളു എന്ന് വിളിച്ചോട്ടെ? തീർച്ചയായിട്ടും. അതല്ലെങ്കിൽ ഇന്ന ആളുകൾ മാത്രമേ വിളിക്കാവൂ ഒന്നുമില്ല. മോളുടെ പേര് കമല. ഓ, നല്ല ഒരു പേരാണല്ലോ. കമല എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ അതോ വർക്ക് ചെയ്യുകയാണോ? പഠിക്കുവോ? എവിടെയാ പഠിക്കുന്നത്? നിർമ്മല ഭവൻ. അതെവിടെയാ? മറന്നുപോയോ? അതൊക്കെ നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കേണ്ട കാര്യമല്ലേ കമല? നമ്മുടെ സ്കൂൾ എവിടെയാണ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സ്കൂളിന്റെ പേര് പറയണം, സ്റ്റാൻഡേർഡ് പറയണം, ഏത് സ്ഥലത്താണെന്ന് പറയണം കേട്ടോ. ഇനി പറയോ? താങ്കൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് നന്നായിട്ട് പറയോ, സ്മാർട്ടായിട്ട്. ഓക്കെ, ഡൺ. അപ്പോൾ മാളു, ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് മുരളിച്ചേട്ടൻ്റെ വീടൊന്ന് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെ വരാനും ഒരു കാരണമുണ്ട്. മാളുവിനറിയാം, ഈ ഓഗസ്റ്റ് 6 ആകുമ്പോഴത്തേക്ക് 17 വർഷമാവും അല്ലേ? 2009 ഓഗസ്റ്റ് 6-നാണ് മുരളിയേട്ടൻ നമ്മെ വിട്ട് പിരിഞ്ഞു പോയത്. മുരളിയേട്ടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെ പൊതുവെ ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫേസ് ഒരു പരുക്കൻ ഫേസാണ്. പക്ഷേ ഏറ്റവും അടുത്ത കക്ഷികൾ, അതായത് ഇപ്പം പ്രസാദ് ചേട്ടനൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ വരുന്ന ആൾക്കാരാണ്. അലിയാർ സാറ് ഒക്കെ. മറ്റു ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മുരളിയേട്ടനെ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഈ പരുക്കൻ മുഖത്ത് മാത്രമേ ഉള്ളൂ, ആള് വളരെ സോഫ്റ്റ് ആണ്. അങ്ങനെ തന്നെയാണോ? അത് അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് അച്ഛന് ദേഷ്യം വരും. അതല്ലെങ്കിൽ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അച്ഛൻ വളരെ സൗമ്യനായിട്ടുള്ളൊരു മനുഷ്യൻ തന്നെയായിരുന്നു. വളരെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന വ്യക്തി. മാളുവിനോടൊക്കെ എങ്ങനെയായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ എങ്ങനെയായിരുന്നു ആ സ്നേഹം പ്രകടിപ്പിക്കാറുള്ളത്? എപ്പോഴും സ്നേഹമാണ്. മക്കു എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അതെ, എന്നെ അങ്ങനെ ആരും വഴക്ക് പറയുന്നതോ ഒന്നും അച്ഛന് ഇഷ്ടമല്ല. അങ്ങനെ ആരും വഴക്ക് പറയാറും ഇല്ല. അത്രയ്ക്ക് എന്താ പറയാ, വഴക്കൊന്നും പറയാതെ അങ്ങനെ അതെ, അതിനുള്ള ഒരു സ്വാതന്ത്ര്യം അച്ഛൻ തന്നിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞു തരുമായിരുന്നു. ഒരു വാക്കിൽ പോലും, ഒരു നോട്ടത്തിൽ പോലും അച്ഛൻ ദേഷ്യപ്പെട്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കും അല്ലെങ്കിൽ മാളുവിനോട് സംസാരിക്കാറുണ്ട്? നമ്മള് അച്ഛന് ഷൂട്ടിങ്ങിന് പോകുമ്പോ ഏത് മൂവിക്കാ പോകുന്നത്, അല്ല കഥാപാത്രത്തെ പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാറുണ്ട്. പിന്നെ അവിടുത്തെ എക്സ്പീരിയൻസസ് ഒക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യാറുണ്ട്. വന്നു കഴിയുമ്പോൾ അച്ഛൻ എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടോ? അച്ഛൻ ഇങ്ങനത്തെ വേഷം ചെയ്യണ്ട? ഇല്ല, അങ്ങനെയൊന്നും ഉള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടില്ല. ഇല്ല. പിന്നെ അച്ഛൻ നെഗറ്റീവ് റോൾസ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നത് മാളുവിന് ഏറ്റവും ഇഷ്ടം, അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടം ഞാൻ എവിടെയോ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചമ്പക്കുളം തച്ചനാണോ? അതില് അച്ഛനും മകളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണല്ലോ ആ സിനിമയിൽ പറയുന്നത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഒരുപാട് വിഷമമുള്ള സിനിമയാണ്. അതിൽ ആ മോൾ അച്ഛനോട് ദേഷ്യപ്പെടുന്നതും അങ്ങനെ കുറേ സീക്വൻസ് ആ സിനിമയിലുണ്ട്. ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആണ് ആ മൂവിയായിട്ട്. തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇഷ്ടമുള്ള സിനിമ അച്ഛൻ്റെ. അതെ, ഓക്കെ. പിന്നെ അച്ഛൻ ഒരുപാട് സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛന് അധികം സൗഹൃദമുള്ള ആളല്ല, വളരെ കുറച്ച്. ആണോ? അതെ, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇന്നലെ കുടുവട്ടൂര് പോയിരുന്നു, വീട്ടിൽ പോയിരുന്നു. അപ്പൊ അവിടെ ചെന്ന് ആ ജംഗ്ഷനിൽ ചോദിച്ചപ്പോൾ തന്നെ ആൾക്കാർ ഒരുപാട് സൗഹൃദമുള്ള ഒരാളെ ഞാൻ പോയി ചോദിച്ചാൽ എങ്ങനെയാണോ എന്നുള്ള രീതിയിൽ, അത് സിനിമാ നടനായതിന്റെ ഒരു പ്രശസ്തി അല്ല. ഞങ്ങളുടെ നാട്ടിൽ അച്ഛൻ എന്താ പറയാ, ആ നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള എല്ലാവരുടെയും കൂടെ നടക്കുന്ന ഒരു, അവിടെ ജനിച്ചു വളർന്ന ആളല്ലേ, ആ ഒരു അവിടെ ഒരു സ്റ്റാർ ഒന്നുമല്ല അച്ഛൻ. പക്ഷെ അദ്ദേഹം കോളേജിലോ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തേക്ക് അങ്ങാണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നു. ഇവിടെ വന്നു. ഈ വീട് വെച്ചിട്ട് എത്ര നാളായി? എനിക്ക് 2 വയസ്സുള്ളപ്പോ ഇവിടെ സെറ്റിലായതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു. ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക മുറിയൊക്കെ ഉണ്ടായിരുന്നു മുരളിച്ചേട്ടന് എന്ന്. അച്ഛന് ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ ഇരുന്നായിരുന്നു അച്ഛൻ വായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. അതെയോ? ഹലോ, എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ലേ? അപ്പൂപ്പനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അമ്മ?
അപ്പൂപ്പന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? സിനിമ അങ്ങനെ കണ്ടിട്ടില്ല. ഒന്നും കണ്ടിട്ടില്ലേ? അപ്പൂപ്പനാണോ വിളിക്കുന്നത്? എന്താ വിളിക്കുന്നത്? കൊടയപ്പൂപ്പനോ? അതെന്തിനാ അങ്ങനെ വിളിക്കുന്നത്? കൊടയപ്പൂപ്പ എപ്പോഴും കൊട പിടിച്ചോണ്ട് നടക്കുവോ? കുടവട്ടു. ഓ, അതിന്റെ കുട ഇങ്ങനെ കടമെടുത്തു. അതാ കുടവട്ടൂർ അപ്പൂപ്പൻ കുടയപ്പൂപ്പനായി. ഓ, അങ്ങനെ. ഓക്കെ. മോള് കണ്ടിട്ടില്ലല്ലോ? മോള് കണ്ടിട്ടില്ല. മോള് പറയുന്നത് അച്ഛന്റെ അനിയനെ പറ്റിയാ. കൊച്ചച്ഛനെ അവൾക്ക് അറിയൂ. ഹരിയേട്ടനാണ്? അതെ അതെ. ഹരിയേട്ടനെ കണ്ടു. ഹരിയേട്ടപ്പം മരിച്ചിട്ട് 3 വർഷമോ? അല്ല, 3 കൂടുതലായി. അതെയോ? അപ്പൊ കൊച്ചച്ഛനെയാണ് മോക്ക് അറിയാവുന്നത്. ഓ, അത് ശരി. അവര് രണ്ടുപേരും ഏകദേശം ഒരേപോലെ ഇരിക്കും. അപ്പൊ സിനിമയെ കണ്ടാലും ഒക്കെ അവർക്ക് കൊച്ചച്ഛനെ അറിയാവുന്നത്. അപ്പൊ അതാ അവള് കൊച്ചച്ഛനെ വെച്ച് ഈ പറയുന്നത്. TV കണ്ടാലും വിചാരം കൊച്ചച്ഛനാന്നാ. ഓ, അത് ശരി. ഈ എഴുത്തിനൊക്കെ സമയം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഏത് സമയത്താണ് അദ്ദേഹം എഴുതാറുള്ളത്? ഇവിടെ ഇരുന്നാണോ എഴുതുന്നത് അതോ അതിന് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകാറുണ്ടോ? നമുക്ക് അരുവിക്കരയിൽ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. അച്ഛൻ സാധാരണ അവിടെ പോയിരുന്ന് എഴുതാറുണ്ട്. മുരളിയേട്ടനെ സംസ്കരിച്ചിരിക്കുന്നത് അവിടെയാണ്. അപ്പം കൂടുതൽ സമയവും അവിടെ പോവായിരുന്നു. പിന്നെ കൂടുതൽ സമയം അച്ഛൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു വീടും കുറച്ച് സ്ഥലവും ഒക്കെ ഉണ്ട്. സൗകര്യമുണ്ട്. അച്ഛന് അവിടെ പോകുന്ന വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ രാവിലെ ഇവിടെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് കുറച്ച് നേരം അവിടെ പോവും. ഞങ്ങൾ എല്ലാവരുമായിട്ട് പോവും. വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ പോയി ഇരിക്കും. ഒരു ഔട്ടിംഗ് പോലെ പോകുന്ന അരുവിക്കരയില. അത് വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ കൂടുതലും വീട്ടിൽ തന്നെ ഇരുന്നായിരുന്നു. വായനയായാലും എഴുത്തായാലും എല്ലാം. ഏതെങ്കിലും ലൊക്കേഷനിൽ നിങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇഷ്ടംപോലെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. വെക്കേഷനൊക്കെ ആണെങ്കിൽ അച്ഛൻ വിളിക്കും, അങ്ങ് പോവും. ഈ ടീച്ചർ ആവണമെന്നുള്ളത് മുരളിയേട്ടന്റെ ആഗ്രഹമായിരുന്നു അതോ? ഒരു കാര്യത്തിലും അങ്ങനെ ഇന്നതാവണം, ഇന്നത് പഠിക്കണം അങ്ങനെയൊന്നും പറയാറില്ല. ഇല്ല. എനിക്ക് ടീച്ചിങ് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊഫഷൻ എടുത്തത്. പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ബാക്കി വെച്ചു പോയ സ്വപ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതായത് ഇപ്പൊ ചിലർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, സിനിമാ നടനിൽ നിന്നൊരു സംവിധായകനിലേക്കുള്ള ഒരു മാറ്റം. അതൊക്കെ ചിലരുടെ സ്വപ്നമാണ്. ചിലപ്പോൾ അത് നടന്നവരുണ്ടാവാം, നടക്കാത്തവരും ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും അവശേഷിക്കുന്ന സ്വപ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അച്ഛൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കർണൻ എന്നൊരു നാടകമായിരുന്നു KPC ലളിത ആന്റി ആയിട്ട് ചെയ്തത്. പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അല്ലാതെ അച്ഛൻ ഒന്നും ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഡയറക്ഷനൊന്നും അച്ഛൻ പറയാൻ, അതൊക്കെ വളരെയധികം ക്ഷമ വേണം. അതിനെപ്പറ്റി ഒന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നിങ്ങനെ പറയുമായിരുന്നു. സിനിമ കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ മുഴുവനും ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് മീൻസ് അറ്റ്ലീസ്റ്റ് കിച്ചണിലെങ്കിലും കുക്കിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും? അങ്ങനെ കുക്കിംഗ് അങ്ങനെ വലിയ താല്പര്യമുള്ള ആളല്ല അച്ഛൻ. പക്ഷെ എപ്പോഴും അച്ഛൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും കാണും. ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ നടന്ന് ഇല്ല ഇങ്ങനെ ഒരു കവിതയൊക്കെ ചൊല്ലി നമ്മുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു. ഇപ്പം ഷൂട്ടിങ്ങിനാണെങ്കിൽ പോലും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ആരാ വീട്ടിലെ A to Z കാര്യം, ഒരു ദിവസം നടക്കുന്ന എല്ലാ കാര്യവും അച്ഛൻ എവിടെ ഇരുന്നാലും അതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അന്വേഷിക്കുമായിരുന്നു. എല്ലാം അറിയാം അച്ഛന്. ഇവിടെ ഒരു സാധനം മാറി ഇരുന്നപ്പോൾ അച്ഛനും അറിയാം. ഈ അവസാന കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ? ആ സമയത്ത് ആദവിൻ്റെ ഷൂട്ടിംഗ് നടക്കുമായിരുന്നു. തമിഴിൽ സൂര്യയായിട്ട് അഭിനയിച്ച്. അപ്പോൾ ആഫ്രിക്കയിൽ അതിൻ്റെ ഷൂട്ടിന് വേണ്ടി അച്ഛൻ പോയതാണ്. ആഫ്രിക്കയിലായിരുന്നു. അപ്പം അവിടെ വെച്ച് ഇങ്ങനെ ഒരു നിമോണിയയുടെ ഒരു നമ്മൾ അറിഞ്ഞില്ല. ഇവിടെ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പം ഡയബറ്റിക്സ് വന്നപ്പോൾ ഈ നിമോണിയ അതങ്ങനെ പുറത്തോട്ട് വരാനായിട്ടുള്ളൊരു ഡയബറ്റിക് പേഷ്യൻസിനെ അങ്ങനെ അറിയാൻ പറ്റില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അത് പെട്ടെന്ന് ഇന്റേണൽ ഓർഗൻസിനെ അങ്ങ് ഒറ്റ ദിവസം കൊണ്ട് അഫക്റ്റ് ചെയ്തത്. അതെ, അതുവരെ നല്ല ആക്റ്റീവായിട്ടിരുന്ന ആൾ ആ പോകുന്ന ദിവസം ഹോസ്പിറ്റലിൽ പോകുന്ന ആ ഒരു മൊമെന്റ് പോലും അച്ഛൻ വളരെ ഇതായിട്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയില്ല. നമുക്കും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ലായിരുന്നു. കാരണം അത്രയും നേരം ആക്റ്റീവായിട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഇതായിരുന്നു. ഒരുപാട് സാധ്യതകളുള്ള തന്നെയായിരുന്നു. ഇനി ഒരുപാട് നമുക്ക് ലഭിക്കാനും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. കാരണം ഇന്ന് അദ്ദേഹം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല. മുരളിയേട്ടനെ പല വിശേഷണങ്ങളിലൂടെയും നമ്മൾ വ്യക്തമാക്കേണ്ടി വന്നേനെ. കാരണം അതിനുള്ള സാധ്യതകളുള്ള ഒരാളായിരുന്നു, നിഷ്കളങ്കനുമായിരുന്നു. അച്ഛൻ പല സമ്മാനങ്ങളും തന്നിട്ടുണ്ടാവും. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് എന്താണ് തോന്നുന്നത്?
ഏറ്റവും പ്രിയപ്പെട്ട എപ്പോഴും അച്ഛൻ്റെ സ്നേഹം തന്നെ. സ്നേഹം തന്നെയാണ്. മിസ് ചെയ്യുന്നതും അത് തന്നെയായിരിക്കും. അത് തന്നെയാണ് തീർച്ചയായിട്ടും. എല്ലാ ദിവസവും അച്ഛനെ ഞാൻ എപ്പോഴും പല ഇന്റർവ്യൂവിലും പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം, എല്ലാ ദിവസവും അച്ഛനെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഞങ്ങളുടെ ആരുടെയും ലൈഫിലില്ല. അങ്ങനെ ഒരു ആളായിരുന്നു. അതൊക്കെ വളരെ അപൂർവം ആൾക്കാരെ, അങ്ങനെ ഒരു ഫാമിലി അല്ലെങ്കിൽ മകളെ അല്ലെങ്കിൽ ഒക്കെ സ്നേഹിക്കുന്നവർ വളരെ ഇപ്പോഴത്തെ കാലത്ത് വളരെ കുറവാണ്. എല്ലാവരും വളരെ ബിസി ആയിട്ട് നടക്കുന്ന ഒരു കാലത്ത് നമുക്ക് പോലും നമ്മുടെ മക്കളെ എത്രയും നോക്കാൻ പറ്റുന്നു എന്നോട് സംശയമാണ്. അത് പഴയ തലമുറയുടെ ഏറ്റവും വലിയൊരു ഗുണമാണ് മാളു. അത് നമ്മൾ ഇന്നത്തെ തലമുറ അങ്ങനെ ഒന്ന് വിഭജിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതല്ല. പക്ഷെ പലതും അറിഞ്ഞ് ജീവിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് പട്ടിണി എന്താണ് എന്നറിഞ്ഞവര്, ഒരു ഗ്രാമത്തിന്റെ സ്പന്ദനം എന്താണ് എന്നറിഞ്ഞവര്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വാക്കോ ഒരു നോട്ടവോ അങ്ങനെ പലതും അത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ല. അച്ഛനാണെങ്കിൽ എല്ലാ കാര്യവും പറയുമായിരുന്നു, എല്ലാം തുറന്നു എല്ലാം കാര്യങ്ങളും. അപ്പം നമുക്കറിയാം അച്ഛൻ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടിലൂടെ വന്നതാ. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് പലതും അച്ഛൻ പറയാതെ തന്നെ പല കാര്യങ്ങളും അച്ഛനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റി. അത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ ഒരു തുറന്ന പുസ്തകം പോലെ എന്ന് പറയുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പം പാരന്റ്സിനും മക്കൾക്കും തമ്മിൽ ഇല്ല. മാളുവിനത് പെട്ടെന്ന് മനസ്സിലാവും. ബിക്കോസ് യു ആർ എ ടീച്ചർ. അപ്പോ അച്ഛൻ തന്ന ഉപദേശങ്ങൾ ഒരുപാടുണ്ടാവാം, എങ്കിലും അതിൽ ഇപ്പോഴും ഓർത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? അച്ഛൻ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് ചെയ്യുക, എന്ത് ചെയ്താലും ഉള്ളത്തരൊന്നും കാണിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നന്നാക്കാൻ നോക്കുക. ഇത് തന്നെയാണ്. അച്ഛൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ഇന്നതായിരുന്നു, അല്ലെ ഇഷ്ടപ്പെട്ട സിനിമ ഇതായിരുന്നു എന്നങ്ങനെ? ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും ഇഷ്ടമാണ്. പക്ഷെ അതിൽ ആ നെയ്ത്തുകാരൻ സിനിമ നാഷണൽ അവാർഡ് കിട്ടിയ ആ ഒരു ക്യാരക്ടർ അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മുരളീചേട്ടനെ ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഞാനും അത്യാവശ്യം നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ഒരാൾ. അഭിനയം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ കേൾക്കാൻ പറ്റുന്നിടത്തു നിന്നൊക്കെ കേട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും എന്നെ ആകർഷിച്ച ഒരു കാര്യം, അദ്ദേഹം ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നടൻ എന്നാൽ എന്താകണമെന്ന്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു നടൻ ആ കഥാപാത്രത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാവണം, നടൻ്റെ വാക്കല്ല, ആ വ്യക്തിയുടെ വാക്കുകളായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പറയണം. രണ്ടാമത്തെ കാര്യം, ഒരു നടൻ ആവർത്തനം ഉണ്ടാകരുത്. അതായത് ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു ക്യാരക്ടറിനെ ചെയ്തു, ഈ ക്യാരക്ടറിൻ്റെ ആവർത്തനമാകരുത്, അത് എൻ്റെ തന്നെ ഞാനെന്ന് പറയുന്ന പേഴ്സൻ്റെ ആവർത്തനവും ആകരുത്. അതൊരു നല്ല ഒരു പാഠമാണ്, അല്ലെങ്കിൽ ഒരു ഉപദേശമാണ്. കാരണം ഒരു നടന് വേണ്ടുന്ന ഒരു നല്ല ഉപദേശമാണ്. മാളുവിന് എന്താ അഭിനയമോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. ആർട്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനാണ്. എനിക്കങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടില്ല. തോന്നിയില്ല, അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എനിക്ക്. ഞാൻ കുറച്ച് ഷൈ ആയിരിക്കും, അതുകൊണ്ടാവാം ചിലപ്പോ. അതെ, ഒന്നുമില്ല. അതായത് അത്യാവശ്യം എഴുത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ മൂളിപ്പാട്ടോ അങ്ങനെ എന്തെങ്കിലും. ഞാൻ മാളുവിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞതാ, അത്യാവശ്യം ഒരു ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരാള്. ഒന്നുമില്ല. ഓക്കെ മാളു, ഇനി നമുക്ക് അമ്മയുടെ വിശേഷങ്ങളിലേക്ക് വരാം. അമ്മ എങ്ങനെയുണ്ട്? അമ്മ സുഖമായിട്ടിരിക്കുന്നു. അമ്മ അങ്ങനെ അധികം ക്യാമറയുടെ മുമ്പിൽ വരാൻ ആഗ്രഹിക്കാത്ത മിനി അല്ലേ? അതെ, മിനി. ശൈലജ എന്നാണ് ശരിക്കുള്ള ഒഫീഷ്യൽ നെയിം. മിനി വീട്ടിൽ വിളിക്കുന്നത്. അങ്ങനെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഒന്നിലും ഒരു ഇന്റർവ്യൂ ഒന്നും കൊടുക്കാറില്ല. അങ്ങനെ ക്യാമറയുടെ മുന്നിലൊന്നും അങ്ങനെ വരുന്ന ആളല്ല. മനസ്സിലാവും അതെന്തുകൊണ്ടാണെന്ന്. ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ നിർബന്ധിക്കാഞ്ഞത്. ഇപ്പം ലാലുചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്ക് ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ പറഞ്ഞ് ഇല്ല ശ്രീകുമാറെ, അതങ്ങനെ കിട്ടില്ല. പിന്നെ നമ്മളധികം നിർബന്ധിക്കാറുമില്ല. ഞാൻ മറ്റൊരാളെ കൂടി വിട്ടുപോയി. മാളുവിന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡിന്റെ പേര് സോനൂബ് എന്നാണ്. സോനൂബ് ഇവിടെ ഓഡിറ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. എവിടെയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം? അവര് ട്രിവാൻഡ്രത്ത് സെറ്റിലാണ്. തിരുവല്ലയാണ്. മാനാർ. അച്ഛൻ മാനാറും അമ്മ തിരുവല്ല. അവര് ഇതുപോലെ തന്നെ ഇവിടെ സെറ്റിൽഡാണ്, ട്രിവാൻഡ്രം സെറ്റിൽഡാണ്. ഇവിടെ ഇല്ല. കുറച്ച് കഴിയുമ്പോൾ. വളരെ സന്തോഷം മാളു, കാണാനും പരിചയപ്പെടാനും ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കാനും പറ്റിയതിലൊക്കെ. എനിക്ക് വളരെ സന്തോഷം. കാരണം അച്ഛനെ ഓർത്താണല്ലോ എല്ലാവരും വരുന്നത്. ഇത്രയും വർഷം കഴിഞ്ഞും നമ്മളെ കാണാൻ എല്ലാവരും വരുന്നു. ആ അച്ഛനോടുള്ള ജനങ്ങളുടെ ഇഷ്ടമാണ്. അത് അച്ഛനെ ഓർക്കുന്നതിലും ഞങ്ങളെ അതോടൊപ്പം ഓർക്കുന്നതിലും വളരെ സന്തോഷം. താങ്ക് യു.